രജനി ചിത്രം കൂലിക്ക് എ സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ. കൂലിയിൽ അമിതമായ വയലൻസ് ഇല്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് 65 കോടി കളക്ട് ചെയ്ത ചിത്രം അതിവേഗം 500 കോടിയിലേക്ക് കുതിക്കുകയാണ്. 400 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ പിന്നിട്ട രജനി ചിത്രം കൂലി മുന്നേറുകയാണ്. ചിത്രം പുറത്തിറങ്ങി 4 ദിവസം കൊണ്ട് 404 കോടി രൂപ ചിത്രം സ്വന്തമാക്കിയെന്നാണ് കണക്കുകൾ. അതേസമയം 5 ദിവസത്തെ ട്രാക്കറ്റ് കളക്ഷൻ 403 കോടി രൂപയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തിരൻ, ദർബാർ, പേട്ട എന്നിവയുടെ കളക്ഷൻ റെക്കോർഡുകളാണ് കൂലി പിന്നിട്ടത്. 291 കോടി, 247 കോടി, 232 കോടി എന്നിങ്ങനെയാണ് ഈ ചിത്രങ്ങൾ യഥാക്രമം ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. ഇതോടെ രജനി ചിത്രം, ജയിലർ എന്നിവയ്ക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ രജനി ചിത്രമായി കൂലി മാറി. പക്ഷേ ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലെത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള സിനിമയെന്നായിരുന്നു അനലിസ്റ്റുകൾ പറഞ്ഞത്. എന്നാൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത്. ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടുന്ന വമ്പൻ കളക്ഷൻ കണക്കുകൾ ചർച്ചയാണ്. അതിനു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് മാത്രമായി കൂലി നേടിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നതും. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് മാത്രമായി കൂലി 200 കോടി രൂപയിലധികം കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കൂലി 216 കോടി സ്വന്തമാക്കി. ചൊവ്വാഴ്ച മാത്രം ഇന്ത്യയിൽ നിന്ന് 9.50 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. വിദേശത്തു നിന്നും സിനിമയ്ക്ക് ഗംഭീര പ്രതികരണം ലഭിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15 അടക്കമുള്ള അവധി ദിനങ്ങൾ ഒരുമിച്ച് വന്നത് കൂലിക്ക് ഗുണമായെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം ചിത്രവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും നടക്കുകയാണ്. ചിത്രത്തിന്റെ വിജയ പ്രദർശനത്തിനിടയിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ്. കൂലിയുടെ എ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾ ഹർജി നൽകിയിരിക്കുന്നത്. തമിഴിൽ അടുത്ത കാലത്തിറങ്ങിയ ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൂലിയിൽ വയലൻസ് രംഗങ്ങൾ കുറവാണെന്നും ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ രജനിയുടെ ആരാധകരായ കുട്ടികൾക്ക് ചിത്രം കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണെന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. KGF, ബീസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളുടെ അതേ ആക്ഷൻ സീക്വൻസുകളാണ് കൂലിയിലും ഉള്ളതെന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങൾക്ക് നൽകിയത് UA സർട്ടിഫിക്കറ്റ് ആണെന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സിനിമയുടെ കണക്കുകൾ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 400 കോടി കളക്ഷൻ സ്വന്തമാക്കിയതിലൂടെ വിക്രം, ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തുടർച്ചയായി 3-ാം തവണയും 400 കോടി കളക്ഷൻ സ്വന്തമാക്കാൻ ലോകേഷ് കനകരാജ് എന്ന സംവിധായകന് സാധിച്ചെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും വിമർശനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ കൂലി മുന്നേറുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.